അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട മഹത്തായ 2 നാമങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും. എന്താണ് ആ നാമങ്ങളുടെ പ്രത്യേകത? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഉസ്താദുമാരെ വിളിച്ചിട്ട് ദുആ ചെയ്യിക്കാറുണ്ട്. ഇനി എന്തെങ്കിലും വീട് പണിയുടെ ആവശ്യമാണെങ്കിൽ ആ കാര്യം നോക്കിയിട്ട് സ്ഥലം നോക്കിക്കാറുണ്ട് ഇല്ലേ? ഇന്നത്തെ ദിവസം കൊള്ളാമോ, അല്ലെങ്കിൽ ഇനി വീട് കുടിയിരിക്കലാണെങ്കിൽ ഇന്ന ദിവസം കൊള്ളാമോ, നെഹ്സുണ്ടോ, ഇങ്ങനെ പലതും ചോദിക്കാറുണ്ട്. ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ദിവസമാണോ എന്ന് നോക്കാറുണ്ട്. ഇതുപോലെ തുടങ്ങിയിട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാറുണ്ട് ഇല്ലേ? സമയത്തെ സംബന്ധിച്ച് നോക്കാറുണ്ട്. എന്നാൽ ഈ ചെയ്യുന്ന കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന ജോലിയാകട്ടെ, പഠനമാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യം, ഇപ്പോൾ ഒരു വീട് പണിയാൻ പോവുകയാണ്, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിൽ നമുക്ക് ഖൈറ് മാത്രം ലഭിക്കാൻ, അതായത് പൂർണ്ണ വിജയത്തിലെത്താൻ, ആ ചെയ്യുന്ന കാര്യം പൂർണ്ണ വിജയത്തിലെത്താൻ ആ സംഗതി ചെയ്യുന്നതിന് മുമ്പ് ഈ ഇസ്മ ഒന്ന് ചൊല്ലിയിട്ട് എന്ത് ചെയ്യാൻ മതി, തുടങ്ങിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലാകാൻ, ആ കാര്യങ്ങൾക്കൊക്കെ ഫത്ഹ് ലഭിക്കാൻ ഈ കാര്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഇസ്മ ഒന്ന് ചൊല്ലിയിട്ട് തുടങ്ങിക്കോ ഇൻഷാ അല്ലാഹ്. മഹാന്മാർ അത്രയും ഗൗരവത്തിൽ, അത്രയും ഉറപ്പായി പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഇസ്മ ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം. ഗർഭിണികളായ ഉമ്മമാർ, സഹോദരങ്ങൾ, അവർക്ക് റാഹത്തുള്ള സ്വാലിഹീങ്ങളായ ദുര്യത്തിനെ, കുട്ടികളെ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഇസ്മ കൂടെ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇനി കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പോലും പറഞ്ഞു ഇനി കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല, എന്ത് ചെയ്യേണ്ട, ഇനി അതിനായിട്ട് ചികിത്സ ചെയ്യേണ്ട എന്ന് വിധി എഴുതിയ കേസുള്ള ആളുകൾ പോലും, ആ പുരുഷന്മാർ, ആ സ്ത്രീകൾ, അവർ ചെയ്യേണ്ട ഒരു അമൽ കൂടെ പറഞ്ഞുതരാം. ഉറപ്പായും അവർക്ക് ദുര്യത്തുന് സ്വാലിഹായ മക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു ദിക്ർ പ്രയാസപ്പെട്ട് കഴിയുന്ന, വിഷമിച്ചു കഴിയുന്ന നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ മുസീബാത്തുകളിൽ നിന്നും രക്ഷ കിട്ടാനും, അയൽവാസികളുടെ ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷ കിട്ടാനും, അതുപോലെ കാണാതായിപ്പോയ ആളുകൾ തിരിച്ചു വരാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനും കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാർ, പല ആളുകളും വിളിച്ച് പല സങ്കടങ്ങളും പറയാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. വിളിച്ച് സന്തോഷങ്ങൾ അറിയിക്കുന്നവരുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മൾ ചെയ്തു കൊടുത്ത ഒരുപാട് അഅമാലുകൾക്ക് ഫലം കിട്ടിയത് വിളിച്ചിട്ട് ഉസ്താദേ ഞങ്ങൾക്ക് കാര്യം നടന്നിട്ടുണ്ട് എന്ന് വിളിച്ച് സന്തോഷം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അല്ലേ. പലരും ഇനിയും പരിഹാരങ്ങൾ ലഭിക്കാത്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് അവർ ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രശ്നപരിഹാരങ്ങൾ ചോദിക്കാൻ പല ആളുകളും കോൺടാക്ട് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ കഴിവിൻ്റെ പരമാവധി കോൺടാക്ട് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, അതിലാണ് മറുപടി തരും. നിങ്ങളുടെ കാര്യങ്ങൾക്ക് പറ്റുന്നത് പോലുള്ള പരിഹാരങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അള്ളാഹു നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ 2 ഇസ്മുകൾ ഞാൻ പറഞ്ഞുതരും. 2 ഇസ്മുകൾ. എന്താണ് ഈ ഇസ്മുകളുടെ പ്രത്യേകത? നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ചൊല്ലാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതിയാണല്ലോ ഇസ്മുകൾ ഇല്ലേ, അസ്മാഉൽ ഹുസ്ന. അത് നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇസ്മുകൾ അധികം ആളുകളും തിരഞ്ഞെടുക്കും. നമ്മുടെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഔറാദിൻ്റെ കൂട്ടത്തിലൊക്കെ ഇസ്മുകൾ കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും ചൊല്ലാൻ എളുപ്പമാണ് അല്ലെ. ഏത് സമയത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഒക്കെ ചൊല്ലാൻ വളരെ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് 2 ഇസ്മുകൾ. ഈ ഇസ്മുകളുടെ പ്രത്യേകത, എന്തെങ്കിലും ഒരു സംഗതി തുടങ്ങാൻ പോകുമ്പോൾ, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിക്ക് പോവാണ്, ഒരു ജോലി തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട് പണി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പഠനം തുടങ്ങാൻ പോവാണ്, എന്താണെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം തുടങ്ങാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഈ ഒരു സംഗതി പറഞ്ഞുകൊണ്ടാണ്, അത് ഈ ഇസ്മ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ ആ സംഗതിക്ക് റാഹത്ത് ലഭിക്കും, വിജയം ലഭിക്കും, ഫത്ഹ് ലഭിക്കും, 100% പരിപൂർണതയിൽ ആ സംഗതി എത്തിക്കും. അതാണ് ആ ഇസ്മിൻ്റെ പ്രത്യേകത. അള്ളാഹു ആ ചെയ്യുന്ന വിഷയത്തെ പരിപൂർണ വിജയത്തിലാക്കി കൊടുക്കുന്നതാണ്. ഏതാണ് ആ ഇസ്മ? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ മുബ്ദിഉ എന്ന ഇസ്മ. യാ മുബ്ദിഉ, യാ മുബ്ദിഉ, യാ മുബ്ദിഉ, യാ മുബ്ദിഉ എന്ന ഇസ്മ ആരെങ്കിലും ഒരാൾ 56 തവണ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് നമ്മൾ ഈ ഒരു സംഗതി തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് 56 തവണ, ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോകാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു ജോലിക്ക് വേണ്ടി തുടക്കത്തിൽ പുറപ്പെടുകയാണ്, എന്നാൽ ആ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു 56 തവണ ചൊല്ലാനൊന്നും വളരെ വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, 56 തവണ യാ മുബ്ദിഉ, യാ മുബ്ദിഉ, യാ മുബ്ദിഉ, യാ മുബ്ദിഉ എന്നിങ്ങനെ ചൊല്ലിയിട്ടാണ് പോകുന്നത് എങ്കിൽ ആ പോകുന്ന കാര്യം വിജയത്തിലായി കിട്ടുമെന്ന് എത്രയോ അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. നമ്മുടെ കാര്യങ്ങൾ തന്നെ പല വിഷയങ്ങൾക്കും അങ്ങനെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ സംഗതി സക്സസ് ആയി കിട്ടും, അത് റാഹത്തായി കിട്ടും, വിജയത്തിലായി കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ നല്ല അമലുകൾ ചെയ്യുമ്പോൾ അത് ഇപ്രകാരം
ഈ ഇസ്മു ചൊല്ലിയിട്ട് തുടങ്ങാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എല്ലാത്തിനും വലിയ പവറുണ്ട്. ഇനി ഇതേ തന്നെ ഈ ഇസ്മു തന്നെ ഗർഭിണികളായ ആളുകൾ, ഗർഭിണികളായ ഉമ്മമാർ ചൊല്ലി. അതുപോലെ തന്നെ ഇനി മക്കൾ ഉണ്ടാകൂല എന്ന് വിധി എഴുതിയ ചില ആളുകൾ ഉണ്ടാവില്ല. അതായത് എത്ര ചികിത്സ, വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് 10-12 വർഷമായ മക്കളായിട്ടില്ല എന്ന്, അല്ലേ? ഇപ്പോൾ മക്കളാകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ഉമ്മമാർ, സഹോദരന്മാരുണ്ട്, ഉപ്പമാരുണ്ട്. പക്ഷെ അത് അവർക്കൊക്കെ ഒരു ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്, ഒരു മരുന്നാണിത്. ആരെങ്കിലും ഒരാൾ, ഒരു സ്ത്രീ, അതായത് ഗർഭിണിയായ ഒരു സ്ത്രീ, അവൾ 1000 തവണ യാ മുബ്ദിഉ എന്ന ദിക്ർ 56 തവണ എല്ലാ നിസ്കാരത്തിന് ശേഷം ചൊല്ലി, രാത്രി സമയത്ത് 1000 തവണ എന്ത് ചെയ്തു, ഈ ഒരു ദിക്ർ ചൊല്ലി. അതായത് എല്ലാ നിസ്കാര ശേഷവും 56 തവണ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും യാ മുബ്ദിഉ എന്ന ഇസ്മ കേട്ടോ. അതുപോലെ തന്നെ രാത്രി സമയത്ത് ഒരു 1000 തവണ ഈ ഒരു ഇസ്മ എന്ത് ചെയ്യുക, ചൊല്ലാം. 1000 തവണ അത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലി കിടന്നാൽ മതി. 1000 തവണ ചൊല്ലി. എന്നാൽ അതുമാത്രമല്ല, ആർക്കും വാവു കാനത്തിൽ മർഅത്തു അഖീമൻ, ഇനി ഒരു പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണാണ്. പ്രസവിക്കാത്ത പെണ്ണെന്ന് വെച്ചാൽ അക്കീം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ മച്ചി എന്ന് പറയും, അതായത് പ്രസവിക്കൂല ആ പെണ്ണ്, അങ്ങനത്തെ പെണ്ണ്. ആ പെണ്ണാണ് എന്ത്, അവർക്ക് മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ പ്രശ്നമായിരിക്കാം. ആണെങ്കിൽ അവർ രണ്ടാളും ഫൽയുദാവിമു റജുലു വൽ മർഅത്തു, ഈ 2 ആണും പെണ്ണും എന്ത് ചെയ്യണം, പതിവാക്കണം ഈ പറഞ്ഞ ദിക്ർ. ഇതുപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷവും 56 തവണ യാ മുബ്ദിഉ എന്നും 1000 തവണ കിടക്കുന്ന സമയത്ത്, അതായത് രാത്രിയിൽ എന്ത് ചെയ്യാം, കിടക്കുന്നതിന് മുമ്പായിട്ട് 1000 തവണ യാ മുബ്ദിഉ എന്ന് ചൊല്ലിയിട്ട് കിടന്നു കഴിഞ്ഞാൽ യർസുഖുഹുമുല്ലാഹു ദുർരിയതൻ സ്വാലിഹ, അവർക്ക്, അതായത് ഗർഭിണിയായ പെണ്ണിനും അള്ളാഹു കൊടുക്കുന്നത് സ്വാലിഹായ സന്താനത്തെ ആയിരിക്കും. അതുപോലെ ഈ പ്രസവിക്കൂല എന്ന് പറഞ്ഞ ആളുകൾക്കുണ്ടല്ലോ, ഒരിക്കലും ഇനി മക്കൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞ് വിധി എഴുതിയവർ, അവർക്കും അള്ളാഹു എന്ത് ചെയ്യും, ദുരിയത്തുൻ സ്വാലിഹ, നല്ല മക്കളെ കൊടുക്കുമെന്ന്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമെന്ന്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ഖൈറായ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ, അല്ലേ? ഒന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നല്ല മക്കളെ കൊണ്ട് അള്ളാഹു അവർക്കും കൺകുളിർമ നൽകട്ടെ. ഇനി മറ്റൊരു ഇസ്മു പറഞ്ഞുതരാം. ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണിത്, ഈ അയൽവാസികളുടെ ഇടങ്ങിയർ, അല്ലേ? ജീറാനുൽ അദ്റാർ എന്ന് പറഞ്ഞാൽ, അതായത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽവാസികൾ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് കാണാതെ പോയ ആളുകൾ, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ച് വരാതെ കാണാതെ പോയ ആളുകളുണ്ടാവും, അല്ലെ? അവർ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർ തിരിച്ചു വരാൻ ഇങ്ങനെ തുടങ്ങിയിട്ട്, അതുപോലെ രക്ഷ കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും രക്ഷ കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ രണ്ടാമത് പറയുന്ന ഇസ്മു അവർക്കുള്ളതാണ്. എന്താണ് ആ ഇസ്മു? അൽ മുഈദു എന്ന ഇസ്മു. മുഈദ് എന്ന് പറഞ്ഞാൽ എന്താ? മടക്കുന്നവൻ എന്നർത്ഥം. മടക്കുന്നവൻ അത് പല രൂപത്തിൽ മടക്കലാകും. ഒന്നും ചെയ്യാം, ഈ ഇടങ്ങേറുണ്ടാക്കുന്ന ആളുകളുടെ ഇടങ്ങേറിനെ, ബുദ്ധിമുട്ടി അങ്ങോട്ട് അവർക്ക് തന്നെ മടക്കി കൊടുക്കും. അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരാം, ഇല്ലേ? സലാമത്ത് മടക്കി കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, മടക്കി കൊണ്ടുവരുന്നവനായ അള്ളാഹു ആരെങ്കിലും ഒരാൾ ഫൽയഖുൽ കുല്ല യൗമിൻ 70 മറത്തൻ യാ മുഈദു എന്ന് എല്ലാ ദിവസവും 70 തവണ ഒരാൾ എന്ത് ചെയ്തു, അധികരിപ്പിച്ചു ചൊല്ലി. എന്നാൽ അവൻ്റെ വീടിൻ്റെ 4 ഭാഗത്ത് നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് അവനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അതായത് ഇവൻ്റെ പരിസരത്തു നിന്നൊന്നും ഷർറ് അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല, അവൻ രക്ഷപ്പെട്ടവനായി തീരുന്നതാണ്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഈ അയൽവാസികളുടെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കുല്ല യൗമിൻ എല്ലാ ദിവസവും അവൻ ചൊല്ലണം 124 തവണ യാ മുഈദു എന്ന് ദിവസവും 124 തവണ വീതം ചൊല്ലുന്ന ആളുകളുടെ അയൽവാസികൾ അവർ ഇവരിലേക്ക് ഷർറുണ്ടാക്കൂല എന്ന്. ഇനി ഒരാൾ അതായത് നഷ്ടപ്പെട്ടു പോയ ആൾ മടങ്ങി വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും രാത്രി അയാളുടെ പേര് പറഞ്ഞതിന് ശേഷം 355 തവണ യാ മുഈദു എന്ന ഇസ്മ ചൊല്ലിയാൽ ആ നഷ്ടപ്പെട്ടു പോയ ആൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോയെന്ന് മരിച്ചുപോയ ആൾ തിരിച്ചു വരണമെന്നൊന്നും വെച്ച് ചൊല്ലിയേക്കല്ലേ, അതല്ല പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യുക, ചില ആൾ കാണാതെ പോയി, ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ടല്ലോ ന്യൂസൊക്കെ. അപ്പോൾ കാണാതെ പോയ ആൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കും. ഇനി നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ചൊല്ലാം. 355 തവണ യാ മുഈദു എന്ന് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ആ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അല്ലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ദിവസം ചൊല്ലി, 2 ദിവസം ചൊല്ലി, അതെ 3 എന്താ പറയുക, നടക്കുന്നില്ലല്ലോ, എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് ചൊല്ലുന്ന സമയത്ത് നല്ല യഖീനോട് കൂടി ഇതെനിക്ക് നടന്നു കിട്ടും എന്ന നീയത്തോട് കൂടിയിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉറപ്പായിട്ട് നമ്മുടെ കാര്യത്തിന് സലാമത്ത് നൽകും. അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ ഇസ്മല്ലേ, അള്ളാഹു പാഴാക്കൂല. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദുആ വസിയത്തുകളൊക്കെ അവിടെ എഴുതുക. അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.